രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപാതയായ അരൂർ തുറവൂർ പാതയിലെ അവസാന ഗർഡറും സ്ഥാപിച്ചു. 2566 ഗർഡറുകളിൽ അരൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ വൈറ്റിലേക്ക് തിരിയുന്ന ഭാഗത്താണ് ഗർഡർ സ്ഥാപിച്ചത്. KSEBയുടെ 110 kV പ്രസരണ ലൈൻ പോകുന്നതിലെ തടസ്സം മൂലം അരൂർ ബൈപ്പാസിനും അമ്പലം ജംഗ്ഷനുമിടയിൽ 18 ഗർഡറുകൾ ഇനിയും ഉയർത്താനുണ്ടെങ്കിലും ഈ ഗർഡർ അവസാന ഗർഡർ സ്ഥാപനമായി ആഘോഷിച്ച് കരാർ കമ്പനി തൊഴിലാളികൾ. ജനുവരി 21-നാണ് 2 ക്രെയിനുകൾ ഉപയോഗിച്ച് ഗർഡറുകൾ തൂണുകൾക്ക് മുകളിൽ ഉറപ്പിച്ചത്. അരൂർ ബൈപ്പാസിനും അമ്പലം ജംഗ്ഷനുമിടയിൽ 18 ഗർഡറുകൾ ഇനിയും ഉയർത്താൻ ഉണ്ടെങ്കിലും ബൈപ്പാസിലെ പൂർത്തീകരണം കരാർ കമ്പനി തൊഴിലാളികൾ ആഘോഷമാക്കി. 3 വർഷത്തെ കരാർ കാലയളവിൽ 2023 ഫെബ്രുവരിയിൽ നിർമ്മാണം ആരംഭിച്ചതാണ് പാത. കരാർ കാലാവധി തീരാൻ 1 മാസം ശേഷിക്കെയാണ് 12.75 കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ തുടക്കത്തിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി പൂർത്തീകരിച്ചത്. ഇനി ഇവിടെ കോൺക്രീറ്റ് ഇന്റർലോക്കിംഗ് കട്ടകൾ ഇരുവശങ്ങളിലും ഉയർത്തി മധ്യത്തിൽ മണ്ണ് നിറച്ച് ഉറപ്പിച്ച് അപ്രോച്ച് റോഡ് നിർമ്മിക്കും. 1ാം റീച്ചായ അരൂർ ബൈപ്പാസിനും കെൽട്രോൺ ജംഗ്ഷനുമിടയിൽ ഇനി 18 ഗർഡർ കൂടി ഉയർത്താനുണ്ട്. ഇവിടെ KSEBയുടെ 110 kV പ്രസരണ ലൈൻ പോകുന്നതായിരുന്നു നിർമ്മാണത്തിന് തടസ്സമായത്. ഇതിൽ 23, 24 നമ്പർ തൂണുകൾക്കിടെ ഇനി 4 ഗർഡറുകൾ ഉയർത്താനുണ്ട്. ലൈനിന്റെ അടിഭാഗത്ത് വരുന്ന 26ാം നമ്പർ തൂണിൽ നിന്ന് 25ലേക്കും 27ലേക്കുമായി 7 വീതം ആകെ 14 ഗർഡറുകൾ സ്ഥാപിക്കണം. ലൈൻ ഉയർത്തുന്നതിനാവശ്യമായ ടവറിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അതിനാൽ ഇവിടത്തെ ഗർഡർ സ്ഥാപിക്കലും ഉടൻ നടക്കും. തുറവൂർ ജംഗ്ഷനിൽ പ്രതിഷേധത്തെ തുടർന്ന് ലാൻഡിംഗ് നീട്ടിയ ഭാഗത്തും ജോലികൾ നടക്കാനുണ്ട്. ഇതുകൂടി കണക്കാക്കുമ്പോൾ ഗർഡറുകളുടെ എണ്ണം കൂടും. എങ്കിലും നിലവിൽ തുറവൂർ മുതൽ അരൂർ ബൈപ്പാസ് വരെയുള്ള ഭാഗത്ത് 2566 ഗർഡറുകളാണ് സ്ഥാപിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ ആഘോഷിക്കുന്നു.